ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 3 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ്. പേജ് നമ്പർ 44 മുതലാണ്. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. സിങ്ക് ഓർ ഫ്ലോട്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുങ്ങുന്നവ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പൊങ്ങുന്നവ. അപ്പം നമുക്കിവിടെ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, അത് നോക്കിക്കേ. ഡിഡ് യു സീ ദ പേപ്പർ ബോട്ട് ഫ്ലോട്ടിങ് ഇൻ ദ വാട്ടർ? അപ്പോൾ ഇവിടെ കുട്ടികൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ? ക്യാൻ യു ഗസ്സസ്? അപ്പോൾ താഴെ കുറച്ച് ഒബ്ജക്ട്സിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഏതൊക്കെയാണ് പൊങ്ങിക്കിടക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുന്നത് സെക്കൻഡ് കോളത്തിൽ ടിക്കിടുക, പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് തേർഡ് കോളത്തിൽ ടിക്ക് ചെയ്യുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഒബ്ജക്ട്സാണ് തന്നത് നോക്കാം അല്ലേ. സ്റ്റോൺ തന്നിട്ടുണ്ട്. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലാണ്. പിന്നെ ബലൂൺ, പിന്നെ കോയിൻ തന്നിട്ടുണ്ട്. കോയിൻ എന്ന് പറഞ്ഞാൽ നാണയമാണ് കേട്ടോ. പിന്നെ വുഡ് പീസ് അല്ലേ, മരക്കഷ്ണം, തടിക്കഷ്ണം എന്നറിയാം. പിന്നെ ക്യാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരമാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്, പിന്നെ അയേൺ നെയിൽ ഇരുമ്പാണിയാണ് കേട്ടോ. പിന്നെ ലീഫ് ഇല, പിന്നെ വാക്സ് എന്ന് പറയുന്നത് മെഴുക്, പിന്നെ ഐസ്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ ഫ്ലോട്ട് ചെയ്യോ വെള്ളത്തിൽ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ മക്കൾ, ഓരോ ഒബ്ജക്റ്റിൻ്റെ സെക്കൻഡ് കോളം ഉണ്ടല്ലോ, ഗസ് എന്നുള്ള കോളത്തിൽ മക്കൾക്ക് തോന്നുന്നതാണ് എഴുതേണ്ടത് കേട്ടോ. സ്റ്റോണ്, താവോ, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കോ. ഉയർന്നു നിൽക്കെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, ഉയർന്നു നിൽക്കൂലെങ്കിൽ ക്രോസ് മാർക്ക് കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇതായതുകൊണ്ട് അവിടെ ഒഴിച്ചിട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ ശരിക്കും എന്താണ് ഇതിൻ്റെ ഒറിജിനൽ പിന്നെ ആൻസർ എന്താ വെച്ചാൽ സ്റ്റോണ്, കല്ല് എന്താണ് വെള്ളത്തിൽ മുങ്ങിപ്പോവും. ബലൂണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, അപ്പോൾ അത് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. കോയിൻ വെള്ളത്തിൽ മുങ്ങിപ്പോവും കേട്ടോ. പിന്നെ വുഡ് പീസ് മരത്തടി. അപ്പോൾ മരത്തടി നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ്, ചിലപ്പോൾ ചിലർക്കെങ്കിലും എന്ത് തോന്നും, അത് താന്ന് പോകുന്നു തോന്നൂലേ. പക്ഷേ അത് മക്കൾ എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ ക്യാംഫർ കർപ്പൂരം, അതും വെള്ളത്തിൽ ഉയർന്നു നിൽക്കും. പിന്നെയോ പ്ലാസ്റ്റിക് വെള്ളത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പുഴയിലൊക്കെ ഇങ്ങനെ കുപ്പികളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. പിന്നെ അയൺ നെയിൽ ഇരുമ്പാണി എന്താണ് വെള്ളത്തിൽ താഴ്ന്നു പോകും. ലീഫ് ഇല വെള്ളത്തിലിട്ടാൽ അത് ഇങ്ങനെ ഒഴുകി നടക്കില്ലേ, മുകളിലൂടെയാണ്. പിന്നെ വാക്സ് മെഴുകും വെള്ളത്തിൽ താഴ്ന്നു പോവില്ല. ഐസ് അതും വെള്ളത്തിൽ താഴ്ന്നു പോവില്ല. അപ്പോൾ ഐസിൻ്റെ കാര്യത്തിലും മക്കൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. ഐസ് ഒരു വെയിറ്റ് ഉള്ള സാധനമാണല്ലോ, അപ്പം വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഗസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന എഴുതുക, എന്നിട്ട് ഫൈൻഡിങ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മാത്രം എഴുതുക കേട്ടോ. എന്നിട്ടേ ഉള്ളൂ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കാൻ പാടുള്ളൂ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. വി ഓഫൻ യൂട്ടിലൈസ് ദ എബിലിറ്റി ഓഫ് ഒബ്ജക്ട്സ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഡോണ്ട് വി റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ സച്ച് സിറ്റുവേഷൻസ്. അപ്പം നിങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു പിന്നെ ആ ഓരോ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു എബിലിറ്റി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, നമുക്ക് ഉപകാരമാവാറുണ്ട്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഏതാ അവിടെ തന്നിട്ടുള്ളത്? റാഫ്റ്റിംഗ് ആണ് അല്ലേ. ചെങ്ങാടം കണ്ടിട്ടുണ്ടോ മക്കൾ? അപ്പോൾ ചെങ്ങാടത്തിനാണ് കേട്ടോ, ചെങ്ങാടത്തിലെ യാത്രയ്ക്കാണ് റാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ നമുക്ക് എഴുതാം? അടുത്തത് ബോട്ട് സെയിലിംഗ് ഓൺ ദ റിവർ അല്ലേ, വെള്ളത്തിലൂടെയുള്ള ബോട്ട് യാത്ര. പിന്നെയോ ഷിപ്പ് ഫ്ലോട്ടിംഗ് ഓൺ ദ ഓഷ്യൻ. കടലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഷിപ്പിലൂടെയുള്ള യാത്ര. പക്ഷേ ഷിപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല വെയിറ്റ് ഉള്ളതാണ് അല്ലേ, എന്നിട്ടും എന്താണ് അത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്വിമ്മിങ്, പിന്നെയോ ലൈഫ് ജാക്കറ്റ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. അതുപോലെ തന്നെയാണ് ലൈഫ് ജാക്കറ്റ്സൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും നമുക്ക് ഒരു ഉപയോഗമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിങ്ക്, ഫ്ലോട്ട് അല്ലേ, ആ 2 ടോപ്പിക്കാണ് ഇപ്പം പഠിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ. അതായത് ലയിക്കുന്നവ ലയിക്കാത്തവ. വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നവയാണ് നമ്മൾ എന്ത് പറയുക, വെള്ളത്തിലേക്ക് ചേരുന്നവയാണ് സൊല്യൂബിൾ എന്ന് പറയുക. ഇൻസൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ചേരാതെ രണ്ടും രണ്ടായി നിൽക്കുന്നവയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസൊക്കെ മുന്നോട്ട് നോക്കാം.
ഇവിടെ ഇതാ ഒരു സിസ്റ്ററും ബ്രദറും കൂടെയുള്ള കോൺവെർസേഷൻ ആണുള്ളത്. സിസ്റ്റർ എന്താ പറയുന്നത്? ബ്രദർ, ക്യാൻ യു മേക്ക് സം ലെമൺ ജ്യൂസ് ഫോർ മീ? അല്ലേ, എനിക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തരുമോ ചോദിക്കുകയാണ്. അപ്പോൾ ബ്രദർ പറയും ഇറ്റ്സ് സിമ്പിൾ, അല്ലേ, ഇത് സിമ്പിളാണ്. സ്ക്വീസ് എ ലെമൺ ഇൻ ടു വാട്ടർ, വെള്ളത്തിലേക്ക് ലെമൺ സ്ക്വീസ് ചെയ്യുക, പിഴിയുക. ആഡ് സം ഷുഗർ ആൻഡ് മിക്സ്, എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ലെമൺ ജ്യൂസ് ഈസ് റെഡി. അപ്പോൾ വേർ ഡിഡ് ദ ഷുഗർ ഗോ? അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ഇതിലുള്ള പഞ്ചസാര എവിടെ പോയി, ഷുഗർ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രദർ എന്ത് പറയും? ഇറ്റ് കനോട്ട് ബി സീൻ, അല്ലേ, നമുക്ക് കാണാൻ കഴിയില്ല. ദ ഷുഗർ ഈസ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. കാരണം എന്താണ്? ആ വെള്ളത്തിൽ ഷുഗർ ഡിസോൾവ് ആയിപ്പോയി, അലിഞ്ഞു പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കറിയോ, ചില വസ്തുക്കൾ വെള്ളത്തിൽ ലയിച്ചു പോകുന്നു, ചില വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കാത്തവയുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് നടത്തേണ്ടത്? ഷുഗർ, സാൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ്, പിന്നെ കിറോസിൻ, കോക്കനട്ട് ഓയിൽ, വാക്സ്, കാംഫർ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ഇത്രയും വസ്തുക്കൾ വെച്ചിട്ടാണ് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അല്ലേ, സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നവ. ഏതൊക്കെയാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്? ഷുഗർ, പിന്നെ സബ്സ്റ്റൻസ് ദാറ്റ് ഡസൻറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ അലിഞ്ഞ് ചേരാത്തവ. ഏതാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്? വാക്സ് ആണ്, അല്ലേ. ഇനി ബാക്കിയുള്ളതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ആൻസർ ഇവിടെ കൊടുക്കാം. വെള്ളത്തിൽ ലയിച്ച് ചേരുന്നവയാണ് ഏതൊക്കെ? സാൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, കാംഫർ. ഇനി വെള്ളത്തിൽ ലയിച്ച് ചേരാത്തവ ഏതൊക്കെയാണ്? ഡിറ്റർജൻറ്റ്, കോക്കനട്ട് ഓയിൽ, കിറോസിൻ. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ എബോവ് സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ, അല്ലേ, ഇതിൽ ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ബോക്സിലുള്ളത് അതിൻ്റെ ആൻസർ ആക്കിയിട്ട് എഴുതാം. പിന്നെ ആർ ദർ എനി സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, റൈറ്റ് യുവർ ഗസ്സസ്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തേത് നിങ്ങളുടെ ആൻസർ ആയിട്ട് എഴുതാം. ഗസ്സസ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. അപ്പോൾ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നവ സോളിഡ് സബ്സ്റ്റൻസും ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് സബ്സ്റ്റൻസും ഉണ്ട്. അതായത് ഷുഗർ, സാൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ് ഒക്കെ എന്താണ്? സോളിഡ് സബ്സ്റ്റൻസസ് ആണ്, അല്ലേ. വിനെഗർ ആണെങ്കിലോ ലിക്വിഡ് സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? വാട്ടറിൽ ഡിസോൾവ് ആവുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെ രീതിയിലുണ്ട്? സോളിഡ് സ്റ്റേറ്റിലുള്ളവയും ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ളവയും ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിലുള്ളവയാണ് ഷുഗർ, സാൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ് തുടങ്ങിയവ. അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളവയാണ് വിനെഗറൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നവ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളവയും സോളിഡ് സ്റ്റേറ്റിലുള്ളവയും ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസസ് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ ഇവിടെ അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. യു ഹാവ് സീൻ ദാറ്റ് സം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡിസോൾവ് ഇൻ വാട്ടർ, അല്ലേ. അപ്പോൾ നമ്മൾ മുകളിൽ ടേബിളിൽ കണ്ടു കുറച്ച് സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസും ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസും എന്താണ്? വാട്ടറിൽ ഡിസോൾവ് ആകുന്നുണ്ട്. ഡു ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ, ക്യാൻ യു ഗസ്? അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഗ്യാസസ് വെള്ളത്തിൽ ലയിച്ച് ചേരുമോ? നിങ്ങളുടെ ഗസ് എന്താണ്? അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം യെസ്, അല്ലേ, ലയിച്ച് ചേരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ, അല്ലേ, വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു അക്വേറിയാണ് തന്നിട്ടുള്ളത്, അല്ലേ. ഈ വെള്ളത്തിൽ മീൻ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഓക്സിജനാണ് മീൻ ശ്വസിക്കുന്നത്. വെള്ളത്തിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? H2O, അല്ലേ. H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. അപ്പോൾ എന്താണ്? ഇവ വെള്ളത്തിൽ ലയിച്ച് ചേർന്നിരിക്കുകയാണ്, അല്ലേ. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഡു ദ ഫിഷസ് ഇൻ ദ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ അക്വേറിയത്തിലുള്ള ഫിഷസ് ഒക്കെ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? എവിടെ നിന്നാണ്? ഫിഷസ് ബ്രീത്ത് ഓക്സിജൻ ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, അല്ലേ. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജനാണ് അവർ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മളിവിടെ 3 സ്റ്റേറ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. അതായത് 3 അവസ്ഥകളെ കുറിച്ച് പഠിച്ചു. ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ നിങ്ങൾ സോളിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, സോളിഡ് എന്ന് പറഞ്ഞാൽ കല്ല് പോലുള്ള വെയിറ്റുള്ള വസ്തുക്കൾ, അതാണ് എന്ത് സോളിഡ്, ഒരു ആകൃതിയുള്ള വസ്തുക്കൾ. പക്ഷേ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വസ്തുക്കളാണ്. ഉദാഹരണത്തിന് വെള്ളം, ഓയിൽ, വിനെഗർ തുടങ്ങിയവ. പിന്നെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. നമ്മൾ പറയുമല്ലോ ഗ്യാസ് നമ്മുടെ സിലിണ്ടറിൽ ആണെങ്കിലും ഗ്യാസ് ഉള്ളിലുണ്ട്, പക്ഷേ നമുക്കത് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും, ഒരു പുക പോലെ അല്ലേ. അതാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാട് ഓക്സിജന്, ഹൈഡ്രജൻ അതൊക്കെ ഇല്ലേ, അതൊക്കെ ഗ്യാസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണേ. Have you seen the bubbles coming out of the soda bottle when you open it? How is soda water made? നിങ്ങൾ സോഡ കുപ്പിയൊക്കെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലേക്ക് ബബിൾസ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഹൗ ഈ സോഡ വാട്ടർ മെയ്ഡ്, എങ്ങനെയാണ് ഈ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് താഴെ ആ ഗ്രീൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. അപ്പോൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് അല്ലേ. ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. അപ്പോൾ ഈ ബബിൾസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കുപ്പി പൊട്ടിക്കുന്ന സമയത്ത് റിലീസ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇനി സോഡ ഒക്കെ കുടിക്കുമ്പോൾ ഓർക്കുക കേട്ടോ, സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ആക്കിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ബബിൾസ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നതാണെന്നും കൂടെ മക്കൾ ഓർക്കുക. അടുത്ത താഴെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വാസ് ഡിസോൾവ്ഡ് വെൻ ദ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്? അപ്പോൾ നമ്മൾ നേരത്തെ 2 കുട്ടികളുടെ കോൺവെർസേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ലെമൺ ജ്യൂസിൽ ഡിസോൾവ് ആവുന്നത്? ലെമണും അതുപോലെ തന്നെ ഷുഗറുമാണ് അല്ലേ. പിന്നെ വേർ ഡിഡ് ദേ ഡിസോൾവ് ഇൻ, എവിടെയാണ് അത് ഡിസോൾവ് ആവുന്നത്? എന്തിലാണ്? വെള്ളത്തിലാണ് ലെമണും ഷുഗറും ഡിസോൾവ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തെഴുതാം? ലെമൺ ആൻഡ് ഷുഗർ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വാട്ടർ എന്നെഴുതാം. അടുത്ത ആ ഗ്രീൻ ബോക്സിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കോൾഡ് എ സൊല്യൂട്ട്. അലിഞ്ഞ് ചേരുന്ന വസ്തുക്കളെയാണ് നമ്മൾ പറയുന്നത് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയപ്പം ലെമണും ഷുഗറുമാണ് എന്ത് സൊല്യൂട്ട്. അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ നമ്മൾ അലിച്ച് ചേർക്കുന്നത് അതാണ് സൊല്യൂട്ട്. പിന്നെയോ ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് എ സോൾവെൻറ്റ്. അടുത്തത് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയ സമയത്ത് എന്തിലാണ് ലെമണും ഷുഗറും ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്? വാട്ടറിലാണ്. അപ്പോൾ വാട്ടറാണ് ലെമൺ ജ്യൂസിൽ, വാട്ടറാണ് സോൾവെൻറ്റ്. അപ്പോൾ അതുപോലെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിലാണോ നമ്മൾ മിക്സ് ചെയ്യുന്നത് അല്ലേ, ഡിസോൾവ് ആക്കുന്നത്, അതാണ് സോൾവെൻറ്റ്. എന്തൊക്കെയാണോ പിന്നെ ഡിസോൾവ് ആക്കുന്നത് അതാണ് സൊല്യൂട്ട്. ഇനി മൂന്നാമത്തെ ഒരു വേർഡ് എന്താണ്? സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഈസ് ഫോമഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റിൽ സൊല്യൂട്ട് ഡിസോൾവ് ആകുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ആ ഒരു പിന്നെ സബ്സ്റ്റൻസസ് ആണ്, ആ ഒരു സംഭവമാണ് എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 വേർഡാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ അല്ലേ. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ അലിയാൻ വേണ്ടി ഇടുന്നത് അതാണ് സൊല്യൂട്ട്. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണോ ഇടുന്നത് അത് സോൾവെൻറ്റ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രോഡക്റ്റാണ് എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി താഴെ നോക്കിക്കേ. ലിസ്റ്റ് ദ സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ പ്രീവിയസ് ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഓരോ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതിലുള്ള സോൾവെൻറ്റ് ഏതാണ് സൊല്യൂട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതുക. ആദ്യം ഇവിടെ ഷുഗർ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ സൊല്യൂട്ട് ഏതാണ്? ഷുഗറാണ്. പിന്നെ സോൾവെൻറ്റ് വാട്ടർ അല്ലേ. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതിലാണോ നമ്മൾ അലിയിക്കുന്നത് അതാണ് സോൾവെൻറ്റ്. അതിൽ ഷുഗർ ഇട്ടിട്ടാണ് നമ്മൾ അലിയിക്കുന്നത് അല്ലേ. അപ്പോൾ ഷുഗറാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് സൊല്യൂട്ടാണ് കേട്ടോ. ഇനി സോഡ. സോഡ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സൊല്യൂട്ട്. സോൾവെൻറ്റ് എന്താണ്?
വാട്ടർ ആണ് അല്ലേ. അപ്പോൾ ഒരുവിധം എല്ലാത്തും എന്തായാലും സോൾവെൻ്റ് എന്തായിരിക്കും, വാട്ടർ തന്നെയായിരിക്കും കേട്ടോ. ഇനി ബേക്കിംഗ് സോഡ സൊല്യൂഷനിൽ ബേക്കിംഗ് സോഡയാണ് സൊല്യൂട്ട്, വാട്ടർ സോൾവെൻ്റ് ആണ്. ഇനി സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഉപ്പിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സൊല്യൂട്ട് സാൾട്ടാണ്, സോൾവെൻറ്റ് വാട്ടറാണ്. ലെമൺ ജ്യൂസിലോ സൊല്യൂട്ട് ലെമണും ഷുഗറുമാണ്, സോൾവെൻറ്റ് വാട്ടറാണ്. അപ്പോൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദേ സ്റ്റിക്ക്? അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചക്കയൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മുടെ കത്തിയുടെ മുകളിലും കൈമേലൊക്കെ എന്താവും, അതിൻ്റെ പശയാവൂലേ, അതിൻ്റെ വിളഞ്ഞി എന്നൊക്കെ പറയും നമ്മൾ, അത് കയ്യിലൊക്കെ ആവും. അപ്പോൾ നമ്മളത് വെള്ളം ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ ഒക്കെ കഴുകിയാൽ അത് പോവൂലല്ലേ, ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ച് വീണ്ടും നാശമാവും. അപ്പോൾ നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യൽ, വൃത്തിയാക്കൽ? കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണല്ലേ, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, വെള്ളം ആ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഗമ്മിൽ അലിഞ്ഞ് ചേരുന്നില്ല, ഡിസോൾവ് ആവുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ കോക്കനട്ട് ഓയിൽ ജാക്ക് ഫ്രൂട്ട് ഗമ്മിൽ ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, കോക്കനട്ട് ഓയിലാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കാൺ ദീസ് ബി വാഷ്ഡ് ഓഫ് വിത്ത് വാട്ടർ? അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളം കൊണ്ട് കഴുകിയാൽ ഇത് പോവാത്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഉത്തരമായിട്ട് നമുക്ക് എന്തെഴുതാം, ജാക്ക് ഫ്രൂട്ട് ഗം വിൽ നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ജാക്ക് ഫ്രൂട്ട് ഗം എന്താണ്, വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിൻറ്റ് പെന്നിങ് ഓൺ ക്ലോത്ത്സ്? അപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ എന്താണ്, പേന കൊണ്ടുള്ള മഷിയൊക്കെ ആവാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയാൽ അത് പോവാറില്ല. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, യൂസിങ് ആൽക്കഹോൾ അല്ലേ. ആൽക്കഹോൾ ഉപയോഗിച്ചാൽ പോവാൻ സാധ്യത കൂടുതലാണ്. ഇനി അവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർ ദ സബ്സ്റ്റൻസസ് സൊല്യൂബിൾ ഇൻ വാട്ടർ, സൊല്യൂബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ ടു? അതായത് വെള്ളത്തിൽ ലയിച്ച് ചേരുന്നവ മണ്ണെണ്ണയിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും വെളിച്ചെണ്ണയിലും ഒക്കെ ലയിച്ച് ചേരുന്നുണ്ടോ അല്ലേ. വെള്ളത്തിൽ ലയിച്ച് ചേരുന്നവ എല്ലാവയൊന്നും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ഒന്നും ലയിച്ച് ചേരുന്നില്ല. അപ്പം നിങ്ങൾക്ക് അവിടെ നോ എന്ന് എഴുതാം. അടുത്തതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ സോൾവെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് വാട്ടർ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ, വെള്ളം, അതുപോലെ മണ്ണെണ്ണ, പിന്നെ വെളിച്ചെണ്ണ. അപ്പം സൊല്യൂട്ടായിട്ട് തന്നിട്ടുള്ളത് ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, കാംഫറാണ്. അപ്പോൾ ഓരോ സോൾവെൻറ്റിലും ഏതൊക്കെയാണ് ഡിസോൾവ് ആവുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ വാട്ടറിൽ ഷുഗർ ഡിസോൾവ് ആവും, അതുപോലെ തന്നെ സോൾട്ട് ഡിസോൾവ് ആണ്, ബേക്കിംഗ് സോഡ ഡിസോൾവ് ആണ്, കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ആണ്, കാംഫർ അതായത് കർപ്പൂരം അതും ഡിസോൾവ് ആണ്. ഇനി കെറോസിൻ മണ്ണെണ്ണയിൽ ഷുഗർ ഡിസോൾവ് അല്ല, സാൾട്ട് ഡിസോൾവ് അല്ല, ബേക്കിംഗ് സോഡ ഡിസോൾവ് അല്ല, അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് അല്ല, കാംഫർ ഡിസോൾവ് ആണ്. ഇനി വെളിച്ചെണ്ണയിൽ അതുപോലെ തന്നെ കാംഫർ മാത്രമാണ് ഡിസോൾവ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് എന്ത് മനസ്സിലായി, വാട്ടർ ഒരുവിധം എല്ലാ വസ്തുക്കളും ലയിപ്പിക്കും അല്ലേ. മറ്റുള്ളവ അതായത് കെറോസിനായാലും കോക്കനട്ട് ഓയിൽ ആയാലും ഒക്കെ എന്താണ്, ഇതിൽ നിന്ന് കാംഫർ മാത്രം അതായത് കർപ്പൂരം മാത്രമാണ് ലയിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവയൊന്നും ലയിപ്പിക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണെന്ന് പറയാം. ഇവിടെ തന്നെ നോക്കിക്കുക, വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്. വാട്ടറിന് ഒട്ടുമിക്ക എല്ലാ സബ്സ്റ്റൻസസിനെയും ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെൻ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. താഴെ നോക്കിക്കേ, റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അപ്പം വാട്ടറിൻ്റെ ഈ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഗുണകരമാകുന്ന മറ്റ് സന്ദർഭങ്ങൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ടു വാഷ് ക്ലോത്ത്സ്, പിന്നെയോ ക്ലീനിങ്, അതുപോലെ തന്നെ കുക്കിംഗ് അല്ലേ. അതൊക്കെ നമ്മൾ വാട്ടറിൻ്റെ ഈ ഒരു അഡ്വാൻറ്റേജ് കപ്പാസിറ്റി, ഡിസോൾവിങ് കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ അല്ലേ, കുറച്ച് ടേംസ് പഠിച്ചിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്ന, വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്നവ, അതുപോലെ അതായത് പൊങ്ങുന്നവ, അതുപോലെ വെള്ളത്തിൽ താന്നു പോകുന്നവ, പിന്നെ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ്, അതിനെ പറ്റിയിട്ട് വെള്ളത്തിൽ ലയിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. പിന്നെ സോൾവെൻറ്റ്, സൊല്യൂട്ട്, അതുപോലെ തന്നെ സൊല്യൂഷൻ, അങ്ങനത്തെ കുറച്ച് ടേംസ് പഠിച്ചു. പിന്നെ യൂണിവേഴ്സൽ സോൾവെൻറ്റ്, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.